പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിരിക്കരുത്. ഇങ്ങോട്ട് അയ്യോ ഇതാ ഡ്രൈവ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ടു എ ന്യൂ വീഡിയോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിരിക്കരുത്. ഓക്കെ, അപ്പം ഇന്നത്തെ വ്ളോഗ് നമ്മൾ റാസൽ കൈമയിലേക്ക് പോവാണ്. നമ്മളൊരു റിലേറ്റീവ് ഉണ്ട്, ജനീഷ് ചേട്ടൻ ആൻഡ് തീർത്തിച്ച്. നമ്മൾ അവരെ വീട്ടിലേക്ക് പോകുന്നതാണ്. ഓൾസോ അവിടെയാണ് ഇന്ന് ലഞ്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ക്ഷണിച്ചിട്ട് നമ്മൾ പോകുന്നതാണ്. സോ അതായിരിക്കും ഇന്നത്തെ വീഡിയോ. സോ വീഡിയോ എല്ലാവരും ഫുള്ള് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരിക്കൽ കൂടെ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ടു മൈ വീഡിയോ. സോ ഗൈസ്, നമ്മളൊരു ഉച്ച സമയമൊക്കെ ആകുമ്പോഴത്തേക്കുമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ചൂടായിരുന്നു. നല്ലോണം എസിൻ്റെ ഫാനൊക്കെ കൂട്ടി വെച്ചിട്ടാണ് ആദ്യം കുറച്ച് സമയം കാറിലിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് സെറ്റിലായിക്കോളും. സീറ്റൊക്കെ നല്ല ചൂടായിരിക്കും. അപ്പം അങ്ങനെ നമ്മൾ ഇറങ്ങി. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ഒന്ന് മിർഡിഫിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഏട്ടൻ്റെ വീട്ടിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയിട്ടാണ് പിന്നെ റാസൽ കൈമയിലേക്ക് പോയത്. മിർഡിഫിൽ പോകുന്ന സമയത്ത് മിർഡിഫിലുള്ള സമയത്ത് എപ്പോഴും ഓരോ മിനിറ്റിലും നമുക്ക് പ്ലെയിൻ കാണാൻ വേണ്ടി പറ്റും. കാരണം ദുബായ് എയർപോർട്ട് അടുത്താണ് വരുന്നത്. അപ്പം ഞാനിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ ഓൾമോസ്റ്റ് ഒരു 4 to 5 എയറോപ്ലെയിൻ കണ്ടിട്ടുണ്ടായിരുന്നു.
അങ്ങനെ നമ്മളിവിടെ എത്തി. നമുക്ക് നല്ല ചെമ്മീൻ ബിരിയാണിയും ഫിഷ് ഫ്രൈ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. നല്ല വയറ് നിറച്ച് നമ്മളത് കഴിച്ചു. പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഒരുമിച്ച് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തു. ഈവനിങ് ആയപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പുറത്ത് അവിടെ കുറച്ച് വാട്ടർ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു സീനറി ആട്ടോ അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ. സോ അവിടെ പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈവനിങ് അവിടത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ വീഡിയോയിൽ ജയനേഷാട്ടിനെയും തീർത്ഥേച്ചിനെയും കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ ഇതാണ് നമ്മളെ ജയനേഷാട്ടിനും തീർത്ഥേച്ചി. അപ്പോൾ അവിടുന്ന് കുറച്ചേ ഉള്ളൂ, നടക്കാനേ ഉള്ളൂ. ബട്ട് നമ്മൾ വണ്ടിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ എടുത്തിന് ടൈറ്റാക്ക്. We are going for river rafting എന്നാണോ ഇതിന് പറയാ? എന്നിത് കയാക്കിംഗ്. ഇങ്ങോട്ട് വെറുതെ ഇട്ട് തോയുന്ന പോലെയല്ല ആക്ക്. ആ തോഞ്ഞോ തോഞ്ഞോ. എന്തെന്ന് ഇത് ഇങ്ങനെ പിടി. ഇതാ ഈ ഭാഗം ഇങ്ങനെയും 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 ഇങ്ങനെ. അതായത് ഒരു ഭാഗത്തേക്ക് ആദ്യം തുഴയി ഒരു സൈഡ് അങ്ങോട്ടേക്ക് ആക്കണ്ടേ. ആ ഓക്കെ ഓക്കെ. ഇനി സ്റ്റഡി ആക്ക്. ഇനി ഇത് മെല്ലെ ഇങ്ങോട്ടേക്കാക്ക്. ഇനി രണ്ടു ഭാഗത്തേക്കാക്ക്. ഇനി രണ്ടു ഭാഗത്തേക്കാക്ക്. ഇനി രണ്ടു ഭാഗത്തേക്കാക്ക്. ഒന്ന് ഉഷാറിൽ തോയി എൻ്റെ അമ്മോ. പിന്നെ ഒരു ഭാഗത്തേക്കല്ല, നേരെയാക്ക്. ഒരു ഭാഗം ഇങ്ങനെ തുഴഞ്ഞ് 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 നേരെയാക്ക്. നേരെയാവുന്നില്ലേ? ഇനി മെല്ലെ ബാലൻസ് ഔട്ട് ചെയ്യ്. മെല്ലെ മെല്ലെ തുഴയും. രണ്ടു ഭാഗത്താക്ക്. ഇനി മെല്ലെ മെല്ലെ തുഴഞ്ഞ് തുഴഞ്ഞ് പോ. എടുക്കുന്നുണ്ട് എല്ലാവരും.
എന്ത് തുള്ളാൻ പ്ലാൻ ഉണ്ടോ? വെള്ളത്തിൽ തുള്ളാൻ പ്ലാൻ ഉണ്ടോ? സോ ഗുഡ്, സോ ഗുഡ്. എനിക്ക് തുഴയേണ്ട ആവശ്യമില്ല, ബിക്കോസ് വേറൊരാൾ തുഴയുന്നുണ്ട് ഗൈസ്. ഇത് ഇളകാൻ തുടങ്ങി അല്ലേ? അതാ വേണ്ടേ, വെറുതെ റിസ്ക് എടുക്കണ്ട ഗൈസ്. തീർത്തേച്ചി തീർത്തേച്ചി തീർത്തേച്ചി. നീ കൈവേന എടുക്കുന്നുണ്ടോ? കൈവേന എടുക്കുന്നുണ്ടോന്ന് നിക്കോട്ടനോ? വെറുതെ അല്ല തോന്നുന്നു. ഹായ്. കൂട്ടി മുട്ടിയിരിക്കുന്നു. ജയനേഷ് ആട്ടന്റെ തുഴയില് ഒരു ഇതില്ല. കൂട്ടി മുട്ടി. ബൈ. ഹായ്. ഇപ്പൊ നല്ല കാറ്റുണ്ട്. സോ നമ്മൾ മത്സരം വെക്കാൻ പോവാണ്. അവർ 2 പേര് ഉണ്ട്. ഇവിടെ ഒരാളാണ്. ഓക്കെ, ഞാനും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യട്ടെ. അങ്ങനെ മത്സരത്തിൽ അവർ ജയിച്ചിരിക്കുന്നു, നമ്മൾ തോറ്റിരിക്കുന്നു. അയ്യോ, എനിക്ക് വിശക്കുന്നു. ജബൽ ജയ്സ് എന്നല്ല, മൗണ്ടൻസിൽ ഒരു പീക്കാണ് ജബൽ ജയ്സ്. ഒന്നും കൂടി. മതി. ഇനി അടുത്ത്. ഇനി വലത്ത് 2 എണ്ണം. ഇനി അടുത്ത് 1 2. ഇനി വലത്ത്. അയ്യോ, ഇതാ തുഴ. ഇത് വരുന്നുണ്ടേ, സാധനം വരുന്നുണ്ട്. ഇതാ ഇപ്പൊ ഇങ്ങനെ ഗ്ലും ഗ്ലുംന്നായി കളിക്കും. വലിക്കോ അതോ? താങ്ക് യു.
സോ ഗായ്സ്, അതിനുശേഷം നമ്മളൊരു പാർക്ക് കയറിയിട്ടുണ്ടായിരുന്നു, സക്കർ പാർക്ക്. അപ്പോൾ അവിടെ കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സൺഡേ ആണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. സോ 50% ഓഫൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ റൈഡ് കാര്യങ്ങൾക്ക്. നമ്മൾ ഈ ഒരു റൈഡിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ മാത്രമേ പോയിട്ടുള്ളൂ. ബട്ട് നമ്മൾ റിപ്പീറ്റഡ്ലി ഓരോന്ന് മാറി, ഒരാൾ 2 ആൾ അങ്ങനെ ഡ്രൈവർ മാറി അങ്ങനെ ഇങ്ങനെയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് വാസ് സോ ഫൺ. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും രസമായിരുന്നു ഈ ഒരു പരിപാടി കേട്ടോ. എങ്ങനെയുണ്ട്? കഷ്ടപ്പെട്ടിന് കുറച്ച്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോ ഡബിളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ അമ്മ ബാക്കിൽ വരുന്നുണ്ടാവും. കിട്ടി മോളെ. അയ്യോ, അങ്ങനെ ഒരുപാട് എൻജോയ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ജ്യൂസ് വേൾഡിൽ പോയി. അവിടുന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ഐറ്റംസ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടാണ്, പിന്നെ കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നത്. സോ നല്ലൊരു ഫൺ ഡേ ആയിരുന്നു റാസൽ കൈമയിൽ. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.